ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും നിസ്സഹായനായ ഒരു അവസ്ഥയാണ് മരണത്തിന് മുമ്പിൽ നിൽക്കുന്നത്. എത്ര വലിയ കാശുകാരനാണെങ്കിലും എത്ര വലിയ പൊസിഷനിലാണെങ്കിലും മരണം ഫ്രണ്ടിലെത്തി നമുക്കിനി രക്ഷയില്ല എന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ ഏറ്റവും നിസ്സഹായം. ആ സമയത്ത് ശരിക്കും അവിടെ ഒരു കരുത്ത് ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തിന് ഉണ്ട് എന്നാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്. ഡോക്ടർ ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ട് കുറെ കാലമല്ല വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം സാറുടെ ഒരു എക്സ്പീരിയൻസിൽ കുറെ മരണങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ പേഷ്യൻസ് മരണ കട്ടിൽ കിടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കാർഡിയോളജി പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അയാൾ മരിക്കാൻ നേരത്തെ എങ്ങനെയായിരിക്കും മരണത്തോട് മല്ലിടുന്നത്? ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു മെഡിക്കൽ ചോദ്യത്തിനേക്കാളും കുറച്ചും കൂടി ഒരു എമോഷണൽ ഒരു ഇത് അടങ്ങിയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മരണം ഡയറക്റ്റ് കാണുന്ന ഒരു സ്പെഷ്യലിസ്റ്റ്. മറ്റ് സ്പെഷ്യലിസ്റ്റുകളൊന്നും അത്ര കാണാറുണ്ടാവില്ലല്ലോ. ഇതിൽ ആക്ച്വലി ഈ മരണത്തിൻ്റെ സമയം എന്ന് പറയുമ്പം ചില ആളുകൾ പ്രിപ്പയർഡ് ആയിരിക്കും, ചില ആളുകൾ തീരെ പ്രിപ്പയർഡ് ആയിരിക്കില്ല. നമ്മളൊരു പല ടൈപ്പ് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90 വയസ്സായ ആൾ എന്തെങ്കിലും ഒരു ECGയിൽ വേരിയേഷൻ കണ്ടാൽ അയ്യോ ഡോക്ടറെ പേടിക്കാനൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേ സമയത്ത് ഒരു റീസണബിളി ഒരു 65-70 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ലൈഫിൻ്റെ റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിപ്പം എബോവ് ആവറേജ് ലൈഫ് എത്തി, ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാവാമല്ലോ, വരുന്നത് ഫേസ് ചെയ്യാം എന്ന രീതിയിൽ ധൈര്യത്തിൽ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാരുണ്ട്. 2 എക്സ്ട്രീംസ് ഉണ്ട് കേട്ടോ. ഭയങ്കര പേടിയുള്ള ആൾക്കാരുണ്ട്, തീരെ പേടിയില്ലാത്ത ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ മരണം എന്ന് പറയുന്നത്, മരണം ശരിക്കും ഫ്രണ്ടിൽ നമ്മുടെ മുഖാമുഖം കാണുന്ന ആ ഒരു അവസ്ഥയിൽ അധികം ആളുകളും ഭയങ്കര ഒരു പാനിക് ഇതാണ്ടാവുക, ഒരു ഫിയർ, ആക്ച്വലി ഒരു ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയില്ല നമ്മൾ, അത് റിയലി നമുക്ക് അവരുടെ മുഖത്തിൽ കാണാം. പക്ഷേ അതിൽ ഞാൻ എൻ്റെ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമുണ്ട്. ദൈവവിശ്വാസമുള്ള ആൾക്കാർ, ഒരു ഗോഡിൽ ഫെയ്ത്തുള്ള ആൾക്കാർ, നമ്മുടെ ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ബൈ ഗോഡ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അവർ ആക്ച്വലി ദേ ഫേസ് ഡെത്ത് ലിറ്റിൽ മോർ കറേജിയസ്ലി ദാൻ ദി പീപ്പിൾ ഹു ഡോണ്ട് ഹാവ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഐ ഡോണ്ട് ഹാവ് എനി സയൻറ്റിഫിക് ഡാറ്റ ഓർ ബേസ്, സോ ഐ എം നോട്ട് എന്താ പറയുക, ഐ എം നോട്ട് ഇൻ ഫേവർ. ഇതിങ്ങനെ പറയല്ല, ഒരു എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടതെന്നോ, അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ്, ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ദൈവവിശ്വാസിയായ ആളുടെ മരണം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, വെദർ ഇറ്റ് ഇസ് ഏത് റിലീജിയൻ ആണെങ്കിലും, അവർക്ക് കുറച്ചും കൂടി മരണത്തെ ഫേസ് ചെയ്യാൻ ഒരു ധൈര്യവും ഒരു കോൺഫിഡൻസും ഉണ്ടാവും. കാരണം ബിക്കോസ് ദേ ബിലീവ് ഇൻ ഗോഡ്, ദേ ബിലീവ് ദ ഡെസ്റ്റിനി. ഐ മീൻ അവരുടെ ആ ഡെസ്റ്റിനി വന്നിട്ട് ഗോഡ് തീരുമാനിക്കുന്നതാണെന്ന് വരുമ്പോൾ അത് ഞാനൊരു വ്യത്യാസം കണ്ടു. നേരെ മറിച്ച് വിശ്വാസം റിലേറ്റീവ്ലി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു പാനിക് അല്ലെങ്കിൽ ആ ഒരു ഡെത്ത് ഓഫ് ഫിയർ ഉണ്ടല്ലോ, ഡെത്തിൻ്റെ ഫിയർ, അത് കുറച്ചും കൂടി അധികമായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ദൈവവിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവസാനം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട്, ഇപ്പം മുസ്ലിം